വീട്ടില് പെറ്റായിട്ട് വളർത്തുന്ന ഒരു പട്ടിക്കുട്ടി അല്ലെങ്കിൽ ഒരു പൂച്ചക്കുട്ടിയൊക്കെ മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തലോടുകയോ തഴുകുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ അവര് നമ്മളോട് തിരിച്ചും ഭയങ്കര അഫെക്ഷനേറ്റ് ആയിട്ട് നമ്മളെ നോക്കുകയോ ഇങ്ങനെ ഒന്ന് നിർത്താൻ ശ്രമിക്കുകയോ ഭയങ്കര ഒരു സ്നേഹം അവരെ തിരിച്ചു കാണിക്കുകയും ചെയ്യും അല്ലേ. നേരെ മറിച്ച് നമ്മൾ ആ പട്ടിക്കുട്ടി പൂച്ചക്കുട്ടി ഒരു വാലെ പിടിച്ചൊന്ന് വലിക്കുകയോ അല്ലെങ്കിൽ ഒറ്റ ഒരു അടി കൊടുക്കുകയോ ചെയ്താൽ തിരിച്ചവര് ഒരു ദേഷ്യത്തിലൊരു നോട്ടമായിരിക്കത്തില്ലേ നോക്കുന്നത്. അതേപോലെ തന്നെയാണ് അത് നമ്മൾ സ്നേഹം ദേഷ്യം നമ്മൾ അവർക്കും അത് ആനിമൽസ് ആണെങ്കിലും പെറ്റ്സ് ആയിട്ട് അവർക്കും അത് അവരുടെ ഒരു എക്സ്പ്രഷൻ വേ ഓഫ് എക്സ്പ്രഷൻ ആണ്. സ്നേഹം ദേഷ്യം അവർക്ക് അവർ എക്സ്പ്രസ് ചെയ്യുന്നത് നോട്ടായിട്ടായിരിക്കും. അതേപോലെ നമ്മുടെ റിലേഷൻഷിപ്പിൽ നമ്മുടെ ഹസ്ബൻഡ് ആണെങ്കിലും വൈഫ് ആണെങ്കിലും മക്കളാണെങ്കിലും നമ്മൾ അവരെന്തെങ്കിലും നല്ല ഒരു ആക്ട് പ്രവർത്തി ചെയ്യുമ്പോൾ നമ്മൾ അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യോ എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ചെന്ന് ഹഗ് ചെയ്യുമ്പോഴോ ഒന്ന് കെട്ടിപ്പിടിക്കുമ്പോഴോ ഒന്ന് ഉമ്മ കിടക്കുമ്പോഴോ മക്കളോടാണെങ്കിലും ഹസ്ബൻഡിനോടാണെങ്കിലും അവർക്കൊരു സന്തോഷം തോന്നും അല്ലേ. അവർ നമ്മുടെ ലൈഫിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് അവർക്ക് ഫീൽ ചെയ്യും അല്ലേ. മക്കളോടാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചെന്ന് ഐ ലവ് യു, ഹസ്ബൻഡിനോടാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചെന്ന് നമ്മൾ മക്കളോട് പ്രത്യേകിച്ച് എനിക്ക് അറിയത്തില്ല എത്ര പേര് പറയുന്നുണ്ട്, പക്ഷെ അങ്ങനെ പറയണം എന്നാണ്. മക്കളോടാണെങ്കിലും ഹസ്ബൻഡിനോടാണെങ്കിലും ഐ ലവ് യു സോ മച്ച് എന്ന് ഇടയ്ക്കിടയ്ക്ക് ചെന്ന് പറയുക, അവരെ കെട്ടിപ്പിടിക്കുക, ഹഗ് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് തോന്നും അവർ നമ്മുടെ ലൈഫിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അത് അവർക്ക് നമ്മളോടുള്ള അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പക്ഷേ അതല്ലാതെ അവരെന്തെങ്കിലും ചെറിയ മിസ്റ്റേക്സ് ചെയ്യുമ്പം അവരെ ക്രിട്ടിസൈസ് ചെയ്യുക, അതേപോലെ തന്നെ അവർ ഒരു കാര്യം ചെയ്യുന്നവർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ അവരെ കുറ്റപ്പെടുത്തുക. ഇപ്പം അമ്മമാരാണെങ്കിലും മക്കള് കുറച്ചുകൂടെ നന്നാവാൻ വേണ്ടി അത് അത്രയ്ക്ക് ശരിയായില്ല, കുറച്ചുകൂടെ നന്നാക്കണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ കുറ്റം പറയത്തില്ലേ, കുറച്ചുകൂടെ നന്നാക്കണം എന്നും പറഞ്ഞ് നമ്മൾ കുറ്റം പറയത്തില്ല. അതേപോലെ ഭർത്താക്കന്മാരോടാണെങ്കിലും ചെയ്തത് അവർ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുമായിരിക്കും ഭർത്താക്കന്മാർ. അപ്പം നമ്മൾ കുറച്ചുകൂടെ ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ നമ്മളൊന്ന് കുറ്റം പറയത്തില്ലേ, അങ്ങനെ ചെയ്യാതെ ഇത്രയൊക്കെ ചെയ്തല്ലോ ഭയങ്കര നന്നായിരിക്കുന്നു ചേട്ടാ, അല്ലെങ്കിൽ മക്കളോടാണെങ്കിൽ മോനെ അല്ലെങ്കിൽ മോളെ നീ ഇത്ര നന്നായിട്ട് ചെയ്തു ഓ വാവ് എന്ന് തോന്നുമ്പോഴത്തേക്കും അവർക്ക് നെക്സ്റ്റ് ടൈം നമുക്ക് അമ്മ അല്ലെങ്കിൽ വൈഫ് ഇത്ര എന്നെ അപ്രീഷിയേറ്റ് ഇല്ല, അപ്പോൾ അതിന് മുകളിൽ എനിക്ക് അപ്രീസിയേഷൻ കിട്ടണം എന്ന് വിചാരിച്ചിട്ട് അവർ അതിൻ്റെ മേലെ ചെയ്യാൻ ശ്രമിക്കും. അതാണ് അവരുടെ സൈക്കോളജി. അപ്പം അങ്ങനെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്, അല്ലാതെ ക്രിട്ടിസൈസ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം നമ്മുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കാനായിട്ട് അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും.